ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. اللهم علمنا ما ينفعنا وزدنا علما يا كريم. اللهم أعطنا الإخلاص وازدد إيماننا يا رب العالمين. ഏറെ ആദരണീയരായ വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടതുണ്ട്, ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അതിനുവേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ഹദീസുകളിലൂടെ, ഒരുപാട് ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമാണ് തൗഹീദ് എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പല ആയത്തുകളിൽ, പല സൂറത്തുകളിലായിക്കൊണ്ട്, പല രീതിയിലായിക്കൊണ്ട് തൗഹീദ് എന്താണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അബുൽ അംബിയ എന്ന് അറിയപ്പെടുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉലുൽ അസ്മിൽപ്പെട്ട മഹാപ്രവാചകനാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു കഥ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ എല്ലാ ചരിത്ര സംഭവവും അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇബ്രാഹിം നബിയുടെ കഥ നമ്മൾ ഖുർആനിലൂടെ വായിക്കുന്ന സമയത്ത് എല്ലാ കഥകളും, എല്ലാ ചരിത്രങ്ങളും നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും അതൊക്കെ തൗഹീദുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഒരു രൂപം ഖുർആനിൽ പറയുന്നുണ്ട്.
ആദ്യം സൂര്യനെയും ചന്ദ്രനെയും മറ്റനേകം വസ്തുക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതിനൊക്കെ സൃഷ്ടിച്ച എൻ്റെ സൃഷ്ടാവിനെയാണ് ഞാൻ ആരാധിക്കുന്നത് എന്ന് സൃഷ്ടാവിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്ന ഒരു ചരിത്രം ഖുർആനിൽ പറയുന്നുണ്ട്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമും തൗഹീദിലായിക്കൊണ്ടായിരുന്നു പ്രാർത്ഥിച്ചത്. അദ്ദേഹവും തൗഹീദിലേക്കായിരുന്നു ആളുകളെ ക്ഷണിച്ചത് എന്നൊരു ചരിത്രം ഖുർആനിൽ കാണാൻ സാധിക്കും. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ പറ്റി ഖുർആനിൽ കാണാം. അദ്ദേഹം ദഅവത്ത് നടത്തി എന്ന് പറയുന്നുണ്ട്. ലൈലം വനഹാറം, രാവും പകലുമൊക്കെ അദ്ദേഹം ദഅവത്ത് നടത്തി ആളുകളെ ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. ക്ഷണിച്ചത് ഒന്നാമതായിക്കൊണ്ട് തൗഹീദിലായിരുന്നു എന്നുള്ളത്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ യമനിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്, അവിടെ ഇസ്ലാം എത്തിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ആളുകളോട് നീ എന്താണ് പറയേണ്ടത് മുആദേ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ഒന്നാമതായി പറഞ്ഞു കൊടുത്തത് തൗഹീദായിരുന്നു. ഒന്നാമതായി നീ പറയേണ്ടത്, അവരോട് പറയേണ്ടത് അവരുടെ നല്ല സംയമന വാക്കുകൾ, അങ്ങനെ ആളുകൾക്ക് ഇഷ്ടം തോന്നുന്ന സംസാരം പറഞ്ഞുകൊണ്ട് നീ തുടങ്ങണം എന്നല്ല പഠിപ്പിച്ചത്. ആളുകളോട് ഇഷ്ടം, ആളുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം ആളുകൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരുപാട് സംസാരമൊക്കെ സംസാരിച്ചതിന് ശേഷം അവരുടെ അവരുടെ ഹൃദയങ്ങൾ നീ ഏറ്റെടുത്തതിന് ശേഷം അവരുടെ ഒരു കൽബിലൊരു ഇണക്കമുണ്ടാക്കിയതിന് ശേഷം മറ്റു അനേകം കർമ്മങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവസാനം നീ തൗഹീദ് പറഞ്ഞു കൊടുക്കണേ മുആദേ എന്നല്ല പറഞ്ഞത്. നീ അവിടെ പോയി കഴിഞ്ഞാൽ ആളുകളോട് നീ ഒന്നാമതായിക്കൊണ്ട് ദീനാണ് നീ പറയുന്നതെങ്കിൽ നീ പോവേണ്ടത് ദീൻ പറയാനാണ്. അവിടെ നീ പോയി കഴിഞ്ഞാൽ ഒന്നാമതായിക്കൊണ്ട് പറയേണ്ട ദീന് നഫിയും ഇസ്ബാത്തുമാണ് എന്നുള്ളതാണ്. എന്താ നഫിയും ഇസ്ബാത്ത് എന്ന് പറഞ്ഞാൽ? സ്ഥിരീകരണവും നിഷേധവുമാണ്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, യമനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾക്ക് നീ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഒന്നാമത് സ്ഥിരീകരണവും നിഷേധവുമാണ് എന്നുള്ളതാണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്നുള്ളത്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒരു ആരാധിക്കപ്പെടാൻ അർഹമായി ഒന്നുമില്ല ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ എന്ന് തുടങ്ങിയിട്ടുള്ള നിഷേധവും സ്ഥിരീകരണവും അടങ്ങിയിട്ടുള്ള വാചകമായ കലിമത്തു ഷഹാദയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഫ്താഹുൽ ജന്നയായി കൊണ്ട് പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എങ്കിൽ അവന് സ്വർഗമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ. മറ്റനേകം കർമ്മങ്ങളും നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തുലാസിലും മറ്റൊരു തുലാസിൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളും തൂക്കി വെച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹയോടൊപ്പം വരില്ല എന്ന് പറയപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ. ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ, ഒരാൾ മരിക്കുമ്പോൾ ഈമാൻ കൊണ്ട് മരിക്കണമെങ്കിൽ അവിടെയൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിർബന്ധമാണ് എന്നുള്ളതാണ്. എല്ലാ പ്രവാചകന്മാരും, ഒരു പ്രവാചകന്മാരും ഒഴിവില്ലാതെ എല്ലാ പ്രവാചകന്മാരും ക്ഷണിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കായിരുന്നു. അത് രണ്ടാമതോ മൂന്നാമതോ അല്ല, ഒന്നാമതായിക്കൊണ്ട് അവരെല്ലാവരും ക്ഷണിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലേക്കായിരുന്നു. ആ വാചകത്തിന് വല്ലാത്തൊരു മഹത്വമുണ്ട്, ആ വാചകത്തിന് വല്ലാത്തൊരു പവിത്രതയുണ്ട്. ആ വാചകം പൂർണ്ണമാവാതെ മറ്റൊന്നും ശരിയാവില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദിനോട് തന്നെ പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ നീ അവരോട് നിസ്കരിക്കാനാണ് പറയേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ആ ഹദീസിൽ നിന്ന് കിട്ടുന്ന നമുക്ക് രണ്ടാമത്തെ ഒരു പാഠം എന്താണ്? നിസ്കാരം പോലും ശരിയാവണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവണമെന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ പോലും സ്ഥാനമുള്ളൂ, നിസ്കാരത്തിന് പോലും സ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞിട്ടാണ്. നമ്മളിൽ ചില ആളുകളെങ്കിലും സംസാരിച്ചു പോവാറുണ്ട്, ഇങ്ങനെ ഒരുപാട് വിഭാഗീയതയും തർക്കങ്ങളും കുതർക്കങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അങ്ങനെ അഞ്ചേരം നിസ്കരിച്ചു ഇങ്ങനെ പോവാൻ, വിശ്വാസമൊന്നും റെഡിയാവാതെ ഞാൻ അങ്ങനെ നിസ്കരിച്ചിട്ടൊക്കെ പോയിക്കോളാം, ആരോടും എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ച് അഞ്ചേരം നിസ്കാരം പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്, അത് മതിയാവും എന്ന ചിന്തയിൽ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവിടെയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഒന്നാമതായിക്കൊണ്ട് തൗഹീദ് റെഡിയാവാൻ വേണ്ടിയത്. അത് കഴിഞ്ഞിട്ടാണ് നിസ്കാരത്തിന് പോലും സ്ഥാനം. അഥവാ അഖീദക്കാണ്, വിശ്വാസത്തിനാണ് ഒന്നാം സ്ഥാനം. അള്ളാഹുവിലുള്ള വിശ്വാസം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തൊക്കെ പെടും? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഒരു താക്കോലാണ്.
മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അതിന് ഒരുപാട് പല്ലുകളുണ്ട്, ഒരുപാട് ഷർത്തുകളുണ്ട്, ഒരുപാട് നിബന്ധനകളുണ്ട്. അതൊക്കെ പൂർണ്ണമായാലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഒരു പൂർണ്ണത കിട്ടുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ, അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ പറ്റി ഒരുപാട് പഠിക്കാനുണ്ട്. അള്ളാഹു എന്ന് പറഞ്ഞാൽ തന്നെ അതിനോട് നമ്മൾ ചേർത്ത് വായിക്കുന്ന ഒരു പേരാണ്, നമ്മൾ പറയാറുള്ള ഒരു വാക്കാണ് തൗഹീദ് എന്നുള്ളത്. നമ്മൾ ഓരോരുത്തരും തൗഹീദിനെ കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. തൗഹീദ് പഠിക്കാതെ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പറഞ്ഞില്ലേ, പ്രവാചകരെ താങ്കളാണ് തൗഹീദിന് വിരുദ്ധം ചെയ്യുന്നതെങ്കിൽ പോലും താങ്കളുടെ അമലുകൾ പൊളിഞ്ഞു പോവും, താങ്കൾ നരകാവകാശിയാവുമെന്ന് മുഹമ്മദുർ റസൂലുള്ളയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പ്രാധാന്യം നിറഞ്ഞതാണ് തൗഹീദ്, അല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നീ തുടങ്ങിയ വാക്യങ്ങൾ. തൗഹീദ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അതിനെ മൂന്നായിക്കൊണ്ട് നമുക്ക് തിരിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ തൗഹീദ് എന്നുള്ളത് ഒരു ചെറിയൊരു വാക്കാണ്. അതിന് നമ്മൾ വാക്കർത്ഥം കൊടുക്കുമ്പോൾ ഏകത്വം, ഏകനാക്കുക എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ തൗഹീദ് എന്നുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാര് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി അതിനെ 3 കഷ്ണങ്ങളാക്കിക്കൊണ്ട് 3 രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കറിയാം, ഇസ്ലാമിൽ പല വിഷയങ്ങളുണ്ട്. തഫ്സീർ എന്നുള്ളത് ഇസ്ലാമിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്, ഖുർആന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട്. അതേപോലെ തന്നെ ഉസൂലുൽ ഹദീസ് എന്നൊരു ശാഖയുണ്ട്, വൈജ്ഞാനിക ശാഖയാണ് ഇസ്ലാമിലുള്ളത്. അതേപോലെ തന്നെ അഖീദ എന്ന ശാഖയുണ്ട്, ഉസൂലുൽ ഫിഖ് ഉണ്ട്, ഉസൂലുൽ ഹദീസ് ഉണ്ട്. ഇതൊന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ ഉസൂലുൽ ഹദീസ് ആയിക്കൊണ്ടും ഉസൂലുൽ ഫിഖ് ആയിക്കൊണ്ടും തഫ്സീർ ആയിക്കൊണ്ടും അഖീദ ആയിക്കൊണ്ടും താരീഖും എല്ലാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഉണ്ടോന്ന് ചോദിച്ചുണ്ട്. പക്ഷേ ഇങ്ങനെ കിസ്മുകളാക്കിക്കൊണ്ട് വിഭാഗങ്ങളായിക്കൊണ്ട് പഠിപ്പിച്ചിരുന്നില്ല. മറിച്ച് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവാൻ വേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി ഇതൊക്കെ നമുക്ക് എന്താക്കി തന്നു, മുറിച്ച് പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ്. തൗഹീദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും 3 എണ്ണം ഉണ്ട്. തൗഹീദ് റുബൂബിയ്യ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ട്, തൗഹീദുൽ ഉലൂഹിയ്യ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ട്, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ട്, റസൂലുള്ളാഹിന്റെ കാലത്ത് ഉസൂലുൽ ഹദീസ് ഉണ്ട്, റസൂലുള്ളാഹിന്റെ കാലത്ത് തഫ്സീർ ഉണ്ട്, റസൂലുള്ളാഹിന്റെ കാലത്ത് താരീഖ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഓരോ വിഷയമായിക്കൊണ്ട് ഒരു വൈജ്ഞാനിക ശാഖയായിക്കൊണ്ടല്ലായിരുന്നു അന്ന് പഠിപ്പിക്കപ്പെട്ടത്. പക്ഷേ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി, നമ്മുടെ ഗ്രാഹ്യതയുടെ എളുപ്പത്തിന് വേണ്ടി മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാര് ഇതൊക്കെ ഓരോ വിഷയങ്ങളാക്കി തിരിച്ചു തന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമാണ് തൗഹീദിനെ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി അവർ 3 ആക്കി തിരിച്ചു തന്നു എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത് തൗഹീദുർ റുബൂബിയ്യ എന്നുള്ളതാണ്. തൗഹീദുർ റുബൂബിയ്യ ഒന്നാമതായും, രണ്ടാമതായിക്കൊണ്ട് തൗഹീദുൽ ഉലൂഹിയയും, മൂന്നാമതായിക്കൊണ്ട് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തുമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിൽ തൗഹീദിനെ 3 ആക്കി തിരിച്ചുകൊണ്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുകയാണ് വേണ്ടത്. ഒന്നാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് തൗഹീദുർ റുബൂബിയ്യ എന്നുള്ളതാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് അള്ളാഹുവിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ, ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്, മക്കയിൽ അന്ന് ജീവിച്ചിരുന്ന അബൂജഹലടക്കമുള്ള മുശ്രിക്കീങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അളാപ്പയായ അബൂ താലിബും റസൂലുള്ളാഹിയുടെ വല്യാപ്പയായ അബ്ദുൽ മുത്തലിബ് ഒക്കെ അംഗീകരിച്ച തൗഹീദായിരുന്നു തൗഹീദുർ റുബൂബിയ്യ എന്നുള്ളത്. അന്ന് ജീവിച്ചിരുന്ന ഭൂരിഭാഗം മുശ്രിക്കീങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരൊക്കെ മുശ്രിക് എന്ന് വിളിച്ചിരുന്നുവോ, തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂലഹബിന്റെ കൈകൾ നാശത്തിലടയട്ടെ എന്ന് അബൂലഹബിനെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കിയിട്ടുണ്ട്. ആ അബൂലഹബ് പോലും തൗഹീദിൽ ഇങ്ങനെ 3 നമ്മൾ വേർതിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗഹീദിന്റെ ഒരു കഷ്ണം അബൂലഹബ് അംഗീകരിച്ചിരുന്നു. തൗഹീദുർ റുബൂബിയ്യ എന്ന കഷ്ണം, തൗഹീദുർ റുബൂബിയ്യ എന്ന ഭാഗം അബൂലഹബ് പോലും വിശ്വസിച്ചിരുന്നു എന്നുള്ളതാ. റസൂലുള്ളാഹിയുടെ അളാപ്പയും വിശ്വസിച്ചിരുന്നു. റസൂലുള്ളാഹിയുടെ ഉപ്പയും അബ്ദുള്ള എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, എൻ്റെ ഉപ്പ പോലും മുസ്ലിം ആയിട്ടല്ല മരിച്ചത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഉപ്പ പോലും തൗഹീദുർ റുബൂബിയ്യ അംഗീകരിച്ചും മനസ്സിലാക്കിയുമായിരുന്നു ജീവിച്ചതും മരിച്ചതും എന്നുള്ളതാണ്. എന്നിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ആണ് എല്ലാം സൃഷ്ടിച്ചത്, അള്ളാഹു ആണ് നമ്മളൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത്, ലോകം നിയന്ത്രിക്കുന്നത്, എന്നെ നിയന്ത്രിക്കുന്നത്, നമ്മളാകുന്ന ഓരോ വ്യക്തിയെയും നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണ്. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു ആണ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്നത് അള്ളാഹു ആണ് എന്ന വിശ്വാസമാണ് തൗഹീദുർ റുബൂബിയ്യ.
അതാണ് തൗഹീദുർ റുബൂബിയ്യ. ഈ ഒരു വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ നമുക്ക് മുശ്രിക്കീങ്ങളോട് ചോദിക്കാൻ, അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയുന്നുണ്ട്, റസൂലെ നീ മുശ്രിക്കീങ്ങളോട് ചോദിച്ചു നോക്ക്, വല ഇൻ സഅൽതഹും, അല്ലാഹുവിന്റെ പ്രവാചകരെ താങ്കൾ എങ്ങാനും മുശ്രിക്കീങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആരാണ് ആകാശഭൂമിയെ സൃഷ്ടിച്ചത്, ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, അല്ലാഹുവിന്റെ റസൂലെ പറയും, പ്രവാചകരെ ലയഖൂലുന്നല്ലാഹ്, അത് അല്ലാഹു ആണെന്ന് അവർ പറയുന്ന അങ്ങനെയുള്ള മുശ്രിക്കീങ്ങളെ അല്ലാഹു ആണ് എന്ന്, ലോകത്തിന്റെ നിയന്ത്രാവും ലോകത്തിന്റെ സൃഷ്ടാവും അല്ലാഹു ആണ് എന്ന് അംഗീകരിച്ച, തൗഹീദുർ റുബൂബിയ്യ അംഗീകരിച്ച അബൂലഹബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ട് മുശ്രിക്കെന്ന് മുദ്രകുത്തി? നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. അല്ലാഹു ആണ് ലോകം നിയന്ത്രിക്കുന്നത്, അല്ലാഹു ആണ് റിസ്ക് തരുന്നത് എന്നൊക്കെ വിശ്വസിച്ച മുശ്രിക്കീങ്ങളെ, അത് തൗഹീദിന്റെ വലിയൊരു ഭാഗമാണല്ലോ അല്ലാഹു അംഗീകരിക്കുക എന്നുള്ളത്. ഇന്ന് പലരും അല്ലാഹു ഉണ്ട് എന്ന് പോലും അംഗീകരിക്കുന്നില്ല. പലരും മറ്റു അനേകം ദൈവങ്ങളാണ് റിസ്ക് തരുന്നത്, മറ്റനേകം ദൈവങ്ങളാണ് ലോകം സൃഷ്ടിച്ചത് എന്നിങ്ങനെയുള്ള വാദങ്ങളൊക്കെ പറയുമ്പോൾ അന്നത്തെ അബൂലഹബും അന്നത്തെ അബൂജഹലും അബൂ ത്വാലിബും റസൂലുള്ളാഹിയുടെ ഉപ്പൊക്കെ വിശ്വസിച്ചിരുന്നു അള്ളാഹു തന്നെയാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്, അള്ളാഹു തന്നെയാണ് ഇതൊക്കെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ, എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മുശ്രിക്കെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ നരകത്തിലാണ്, ഖാലിദീന ഫീഹാ അബദ, അവർ കാലാകാലം അവർ നരകത്തിലാണ്, ഒരിക്കലും അവർ രക്ഷപ്പെട്ടു വരില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൗഹീദിന് വേറെ കുറച്ച് മറ്റ് വശങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആവുകയില്ല എന്നുകൂടി മനസ്സിലാക്കണം. നിസ്കരിച്ചത് കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണ മുസ്ലിം ആവുകയില്ല എന്നുകൂടി നമുക്കിതൊന്ന് പാഠം കിട്ടും. തൗഹീദ് തന്നെ പൂർണ്ണമായി ശരിയായിട്ടില്ല, ഒരു ചെറിയൊരു ഭാഗം ശരിയായാൽ കഴിച്ചലാവൂല എന്നതിന്റെ ഉദാഹരണമാണല്ലോ അള്ളാഹു അവരെ മുശ്രിക്കെന്ന് വിളിച്ചത്. അപ്പോൾ എല്ലാം പൂർണ്ണ തോതിൽ ശരിയായാലേ നമ്മൾ പൂർണ്ണ മുസ്ലിം ആവുകയുള്ളൂ എന്നൊരു പാഠം കൂടി നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. അബൂലഹബിന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് ഗുണപാഠം കിട്ടാണ്ട്, അബൂജഹലിന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് ഗുണപാഠം കിട്ടാണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് തൗഹീദുർ റുബൂബിയ്യ അംഗീകരിച്ചിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മുശ്രിക്കെന്ന് വിളിക്കാനുള്ള കാരണം തൗഹീദുൽ ഉലൂഹിയ എന്നൊരു മറ്റൊരു ഭാഗവും തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്നൊരു രണ്ടാമത്തെയും മൂന്നാമത്തെയും വിഭാഗം അവർ അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അവരത് ജീവിതത്തിൽ കൊണ്ടുവന്നില്ല എന്നുള്ളതാണ്. തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ഏറ്റവും ഉത്തമമായ പവിത്രമായ നമ്മളോട് ചെല്ലാൻ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നമ്മൾ പല ദിക്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്, സുബ്ഹാനല്ലാഹ് പഠിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാഹ് പഠിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ വെറുതെ അങ്ങനെ നടന്നു പോകുമ്പോൾ പല ദിക്റും ചെല്ലാറുണ്ട്, അസ്തഗ്ഫിറുല്ലാഹ് ഒക്കെ ചെല്ലാറുണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ മുന്നിട്ട് നിൽക്കേണ്ട ദിക്ർ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്നുള്ളത് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി മറ്റാരും തന്നെ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. അങ്ങനെ ആ വിശ്വാസത്തിൽ പാളിയത് കൊണ്ടാണ്, ആ വിശ്വാസത്തിൽ മായം കലർന്നത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ കാലാകാലം എല്ലാ കാലത്തും അവർ നരകത്തിലായിരിക്കും, അവർക്കൊരു വിട്ടുവീഴ്ച ആ വിഷയത്തിൽ ഉണ്ടാവില്ല എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ കാരണം തൗഹീദുൽ ഉലൂഹിയ അവരിൽ തെറ്റിപ്പോയി എന്നുള്ളതാണ്. തൗഹീദുർ റുബൂബിയ്യ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറഞ്ഞു ഈ ഇന്നെന്ന കാര്യങ്ങളാണ്, ഖൽഖും തദ്ബീറും സൃഷ്ടിപ്പും കൺട്രോളിംഗ് ഒക്കെ ബന്ധപ്പെട്ടതാണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞു. അതിൻ്റെ അപ്പുറമൊന്നും ഇല്ല കേട്ടോ തൗഹീദുർ റുബൂബിയ്യ. തൗഹീദുർ റുബൂബിയ്യയെ പോലും പല ആളുകളും ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിന് ലോകത്തിന്റെ തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിനും അധികാരത്തിനും അപ്പുറം തൗഹീദുർ റുബൂബിയ്യ പൂർണ്ണമാവണമെങ്കിൽ ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യം കടന്നു വരേണ്ടതുണ്ട്, അത് എന്നാലേ തൗഹീദുർ റുബൂബിയ്യ പൂർണ്ണമാവുള്ളൂ എന്നൊക്കെ ദുർവ്യാഖ്യാനിച്ച് തൗഹീദുർ റുബൂബിയ്യയെ പോലും തെറ്റായി വ്യാഖ്യാനിച്ച് പോയ ആൾക്കാരൊക്കെ ഉണ്ട്. അത് കൂട്ടത്തിൽ പറഞ്ഞത് മാത്രം. തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും അധികാരം, എല്ലാത്തിനെയും അൾട്ടിമേറ്റ് പവർ അള്ളാഹുവിൻ്റെ അടുത്താണ്, എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്നീ തുടങ്ങിയിട്ടുള്ള വിശ്വാസം മാത്രമാണോ തൗഹീദുർ റുബൂബിയ്യ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിക്കൊണ്ട് തൗഹീദുൽ ഉലൂഹിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം എല്ലാ ആരാധനകളും ഇബാദത്തുകളും കൊടുക്കുക. ഇബാദത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പൊതുവെ ഒരു നിസ്കാരം, നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കാറുള്ളൂ,
നമ്മൾ ദുആ ചെയ്യും, അള്ളാഹുവിന് വേണ്ടി മാത്രമേ ദുആ ചെയ്യാറുള്ളൂ. പക്ഷെ മറ്റൊരു വശം കൂടി ഉണ്ട് തൗഹീദുൽ ഉലൂഹിയ്യത്ത്, അഥവാ മഹബത്ത് എന്നുള്ളത്, സ്നേഹം എന്നുള്ളത് ഇബാദത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള സ്നേഹം അത് ഇബാദത്താണ്. മഹബത്ത് ഇബാദത്താണ്. റജാ പ്രതീക്ഷ അത് ഇബാദത്താണ്. ഖൗഫ് ഭയം അത് ഇബാദത്താണ്. ഇതൊക്കെ ഇബാദത്താവുന്ന ഘട്ടങ്ങളുണ്ട്. ഇബാദത്താവുന്ന ഘട്ടങ്ങളൊക്കെ എന്തുമാവും? ശിർക്കുമാവും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏതൊക്കെ ഇബാദത്താവുമോ അതൊക്കെ ഇബാദത്തിൽ നിന്ന് തെറ്റിച്ച്, ആർക്കാണോ ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹത അവനിൽ നിന്ന് തെറ്റിച്ച് മറ്റൊരുവനിലേക്ക് പോകുമ്പോൾ അത് ശിർക്കാവും, തൗഹീദിന്റെ നേർവിപരീതമാവും, മുശ്രിക്കായി മാറും, ശിർക്കിലേക്ക് എത്തും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. റജാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നമുക്ക് വരേണ്ട ഒരു പ്രതീക്ഷയുണ്ട്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, റജാഉം ഖൗഫും ഉള്ള ഒരു ജീവിതമായിരിക്കണം അവൻ്റെ എന്ന്. അള്ളാഹുവിൽ പ്രതീക്ഷ വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൽ അവന് പ്രതീക്ഷ വേണം. അള്ളാഹുവിൽ അവന് അതിയായ പ്രതീക്ഷ വേണം. അതേ സമയത്ത് ഖൗഫും അവന് വേണം എന്നുള്ളത്. അള്ളാഹുവിനെ പേടി, അള്ളാഹുവിനെ പേടിക്കണം. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടണം. ഞാൻ ആ ശിക്ഷയിൽ പെട്ടുപോകുമോ എന്ന ഭയപ്പാടും വേണം. എന്നാൽ അതേസമയം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൽ പ്രതീക്ഷയും വേണം. റജാഉം ഖൗഫും വേണമെന്നുള്ളത്. ഈ റജാഉം ഖൗഫ് വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. പല ആൾക്കാർക്കും പ്രതീക്ഷ അള്ളാഹുവിലല്ല, മറ്റു പല മഹാന്മാരിലും മറ്റു പല പ്രവാചകന്മാരിലുമാണ്. അവിടെ റജായിൽ ശിർക്ക് വന്നു എന്നുള്ളത്. മറ്റു പല ആളുകളും ഇപ്പോൾ ചെറിയ നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ വിശ്വാസങ്ങളുണ്ട്. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഒരു പാമ്പിനെ അടിച്ചു കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് വന്നതാണ്. അഥവാ ഒരു പാമ്പിനെ അടിച്ച് നമ്മൾ കൊന്നു വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ വിശ്വാസത്തിൽ അറിയാണ്ട് നാട്ടിൻപുറങ്ങളിലുള്ള വിശ്വാസം, ഒരു ഉദാഹരണം പറയാണ്, ഈ ഖൗഫിൽ ശിർക്ക് എങ്ങനെ വരിക എന്ന് പറയാൻ വേണ്ടി പറയാണ്. അപ്പോൾ പാമ്പിനെ അടിച്ചു വന്നിട്ട് നമ്മൾ വിശ്വസിക്കുകയാണ് ഇതിൻ്റെ ഒരു കുരുത്തക്കേട് എനിക്ക് തട്ടും, ഇപ്പോൾ ഇതിന് പകരമായിട്ട് എനിക്ക് ഒരു കുരുത്തക്കേട് തട്ടും എന്നൊരു വിശ്വാസം ഉണ്ടാവുന്നുണ്ട് ചില ആൾക്കാർക്ക്. ഒരു പാമ്പിനൊക്കെ കൊന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ എനിക്കൊരു കുരുത്തക്കേട് തട്ടും എന്നൊക്കെ ഒരു പ്രതീക്ഷ, ഒരു പേടി. അങ്ങനത്തെ പേടികളൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നത് അതൊക്കെ ഖൗഫിൽ വരുന്ന, ഭയത്തിൽ വരുന്ന ശിർക്കാണ് എന്നുള്ളതാണ്. റജാ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ മാത്രമാണ് പ്രതീക്ഷ. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ, അഥവാ നമ്മൾ പലരും സ്വർഗം കിട്ടാൻ പോലും പലരും പ്രതീക്ഷിക്കുന്ന അള്ളാഹു അല്ലാത്ത ആൾക്കാരെയാണ്. നമ്മൾ പോലും ശ്രദ്ധിക്കേണ്ട മൈന്യൂട്ട് വിഷയങ്ങൾ എന്താ വെച്ചാൽ, നമ്മളൊക്കെ പലരോടും പ്രാർത്ഥിക്കാൻ പറയുമല്ലോ. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എന്താ നമ്മളെ പ്രതീക്ഷ? ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചോന്ന് തരുന്നു, എനിക്ക് ഉറപ്പില്ല. അതൊക്കെ റജായിലുള്ള പിയവുകളാണ്. എന്നിട്ട് നമ്മളെന്താ ചെയ്യുക? അത്യാവശ്യം നല്ല നിസ്കരിക്കുന്നുണ്ട് തോന്നുന്നത്, നല്ലവനായി നടക്കുന്നവനോട് പോയി പറയും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയും. ഓം പ്രാർത്ഥിച്ചാൽ നമുക്ക് അള്ളാഹ് കിട്ടൂല എന്നല്ല, പക്ഷെ അവിടെ ശരിക്കും നമുക്ക് അള്ളാഹുള്ള റജാ പോയി എന്നർത്ഥം. അള്ളാഹുള്ള പ്രതീക്ഷ നമുക്ക് പോയി. അള്ളാഹുവിന്റെ കാരണത്തിൽ നമുക്ക് റജാ ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ അങ്ങനെ പറയാൻ കാരണം. അങ്ങനെ പറയാം, തെറ്റൊന്നുമില്ല. പക്ഷെ അവിടെ പോയി നമ്മുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ നോക്കണം. അവിടെ എനിക്ക് അള്ളാഹുവിൽ പ്രതീക്ഷ ഇല്ല, അള്ളാഹു എന്നെ കൈച്ചലാക്കൂല എന്നാണ് വിശ്വാസം എങ്കിൽ അവിടെ റജായിൽ നമുക്ക് പിയവ് സംഭവിച്ചു എന്നുള്ളത്. അവിടെ റജായിൽ നമുക്ക് പിയവ് സംഭവിച്ചു. റജാ പോലും തൗഹീദിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. തൗഹീദിൽ റജായിൽ പിയച്ചാലും ഖൗഫിൽ പിയച്ചാലൊക്കെ അവിടെ നമുക്ക് തൗഹീദിൽ പിയച്ചു, അത് നമ്മളെ ശിർക്കിലേക്ക് എത്തിക്കും, അത് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. ഇനി മഹബത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനേക്കാളും നമ്മൾ മറ്റൊന്നിനെ സ്നേഹിക്കാൻ പാടില്ല എന്നുള്ളത്. മഹബത്ത്, തഅലീം, ഏറ്റവും കൂടുതൽ ബഹുമാനം, ആദരവ്, ഇതൊക്കെ അള്ളാഹുവിനാണ് ഏറ്റവും കൂടുതൽ അർഹമായിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ, തൗഹീദ് എന്ന് പറയുമ്പോൾ, ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ഇഷ്ടവും വരുന്നുണ്ട്, മഹബത്തും വരുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റാരെയും നമ്മൾ സ്നേഹിക്കാൻ പാടില്ല. അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനേക്കാളും ഒരുപടി മുന്നിൽ മറ്റാരെയും നമ്മൾ സ്നേഹിക്കാൻ പാടില്ല എന്നുകൂടി മനസ്സിലാക്കുക. തൗഹീദിൽ ഇനിയും നമ്മൾ ഇയകീറി മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ വാചികമായ ശിർക്ക് ചിലപ്പോൾ നമുക്ക് സംഭവിച്ചു. വാചികമായിക്കൊണ്ട് തൗഹീദിൽ ചിലപ്പം ചില പിയവുകൾ നമ്മൾ സംഭവിച്ചു പോകാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം, ലളിതമായ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ ഡോക്ടർക്ക് കാണിക്കുന്ന ആൾക്കാർ, ആ ഡോക്ടർക്ക് കാണിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു അടിസ്ഥാന വിശ്വാസം ഉണ്ട്, അള്ളാഹ് എന്നെ മാറ്റി തരുന്നതാണ്. അള്ളാഹു തന്നെയാണ് ആ രോഗം മാറ്റി തരുന്നത് നമ്മുടെ വിശ്വാസം. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ആ രോഗത്തിന് എനിക്ക് ബറാഅത്ത് നൽകുന്നത്, രക്ഷ നൽകുന്നതാണ് വിശ്വാസം. പക്ഷേ ഒരുപാട് ഒരു പരിധിക്കപ്പുറം കഴിഞ്ഞാൽ നമ്മൾ പലരും സംസാരത്തിൽ, വിശ്വാസത്തിൽ അങ്ങനെ വരില്ല. എങ്ങനെ? അള്ളാഹ് തന്നെ മാറ്റി തരുന്ന വിശ്വാസം. പക്ഷേ സംസാരത്തിൽ ആ ഡോക്ടറെ അടുത്ത് പോയാൽ കഴിച്ചലാവട്ടോ, ഉറപ്പാകും കഴിച്ചലാട്ടോ എന്ന രീതിയിൽ സംസാരമൊക്കെ വരാറുണ്ടല്ലോ.
അതോ നമ്മൾ വിശ്വാസത്തിൽ റെഡി ആയിരിക്കും, അള്ളാഹു തന്നെയാണ് മാറ്റിത്തരുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും രോഗമുക്തി കിട്ടും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതൊക്കെ പ്രശ്നമുള്ള വാചകങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഞാനാണ് രോഗം മാറ്റിത്തരുന്നവൻ, ഞാനാണ് നിങ്ങൾക്ക് രോഗം മാറ്റിത്തരുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ തന്നെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ പോലും സംസാരത്തിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ നമ്മൾ ചില ആളുകളുടെ ഓവർ പ്രതീക്ഷ വെച്ചിട്ടുള്ള വർത്താനം, അതൊക്കെ നമ്മൾ മാറ്റേണ്ട വർത്താനങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയ എന്ന കാര്യം എന്തായാലും ലഭിക്കും അങ്ങനെ പറയരുത്. മറിച്ച് അതിൻ്റെ കൂടെ ഇതിനില്ല എന്നിട്ട് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ രക്ഷപ്പെടും. ചില ആളുകൾ പല വിഷയത്തിൽ എക്സ്പേർട്ടായിരിക്കും, അതിനൊന്നും അപ്പോൾ എക്സ്പേർട്ടാണ് എന്ന് പറയുന്നതിനൊന്നും തെറ്റില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാലും ഇതിനില്ല, അള്ളാഹുവിൻ്റെ തൗഫീഖിൻ്റെ രക്ഷ ഉണ്ടാവും, അള്ളാഹു വിധിച്ചിട്ട് രക്ഷ ഉണ്ടാവും എന്നാണ് നമ്മൾ പറയേണ്ടതും വിശ്വസിക്കേണ്ടതും. അതൊക്കെ അതിൻ്റെ നേർ വിപരീതമായ സംസാരമൊക്കെ തൗഹീദിലുള്ള പാകപ്പിഴവുകളാണ് എന്ന് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയും വരുന്ന ഖുത്ബകളിലൊക്കെ തൗഹീദിനെ നമുക്ക് ഏകേറി മുറിച്ച് പഠിക്കേണ്ടതുണ്ട്. തൗഹീദ് ശരിയായിട്ടില്ലെങ്കിൽ മറ്റെന്ത് ശരിയായിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും തൗഹീദിലായിക്കൊണ്ട് ജീവിക്കാനും മരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ അല്ലാഹുവിനോട് അതിനുള്ള തൗഫീഖിനെ തേടണമേ എന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ട് കാര്യങ്ങളാണ് ഒരു രണ്ടാം ഖുതുബയിൽ പറയാനുള്ളത്. ഒന്നാമത്തത്, ഖുതുബയിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ ഖുതുബ ഇബാദത്താണ്, അള്ളാഹുവിനുള്ളൊരു ഇബാദത്താണ്. നമ്മുടെ സംഭവം ഒരു പ്രത്യേക രൂപത്തിലോ ഭാവത്തിലോ ഒന്നും ഇരിക്കുന്നുണ്ടാവില്ല, പക്ഷേ ഈ ഖുതുബ ഇബാദത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഥവാ വാജിബായ ഇബാദത്താണ്. അപ്പോൾ നമ്മൾ പലരും ഈ ഖുതുബൻ്റെ തുടങ്ങിക്കഴിഞ്ഞിട്ട് വരുമ്പോൾ ആ ഇബാദത്തിൽ നമുക്ക് പാകപ്പേവ് പറ്റിയെന്നാണ് അതിൻ്റെ അർത്ഥം. ആ വാജിബിൽ നമ്മൾ തെറ്റ് പറ്റിച്ചു എന്നർത്ഥം. നിസ്കാരം നമ്മൾ രണ്ടാമത്തെ റക്കാത്തിൽ കയറി വന്നാൽ നമ്മൾ പിന്നെ ഇമാമ് ഇപ്പോൾ 4 റക്കാത്തിൽ നിസ്കാരം, രണ്ടാമത്തെ റക്കാത്തിലാണ് ഒരു മഅ്മൂമ് കയറി വരുന്നതെങ്കിൽ ഒരു ഇമാം സലാം വീട്ടുമ്പോൾ സലാം വീട്ടും ഇല്ല, 3 റക്കാത്തിലെല്ലാം അവസാനിപ്പിക്കുക. അതിൻ്റെ ഒരു പൂർണ്ണത ഉണ്ടല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് മലക്കുകൾ നമ്മുടെ പേരുകളൊക്കെ എഴുതി വെക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഈ ഖത്തീബ് സലാം പറഞ്ഞതിൻ്റെ ശേഷമാണ് ഇവിടെ കടന്നു വരുന്നതെങ്കിൽ മലക്കുകളുടെ ഗ്രന്ഥത്തിൽ ഇവിടെ ഖുതുബ കേൾക്കാൻ വന്ന ആൾക്കാരെ ലിസ്റ്റിൽ നമ്മൾ ഉണ്ടാവില്ല. ഈ വാജിബാകുന്ന ഇബാദത്തിൽ വീഴ്ച വരുത്തിയ ആളുകളായിക്കൊണ്ട് നമ്മൾ മാറും. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ചകളൊക്കെ നമ്മളൊന്ന് ഷെഡ്യൂൾ ചെയ്യുക. ഇപ്പോൾ ഈ സലാം പറഞ്ഞ് തുടങ്ങുമ്പോൾ ഒക്കെ ഒരു 1-2 സെഫുള്ളൂ, പിന്നെ ഈ പള്ളി ഇങ്ങനെ നിറയുന്ന കാണുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വെള്ളിയാഴ്ച ഒരു 20 മിനിറ്റ് അരമണിക്കൂർ ഖുതുബ എന്ന ഇബാദത്തിൽ പോലും നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മളതിനെ പറ്റുക. അതുകൊണ്ട് എത്ര വലിയ തിരക്കുള്ള മനുഷ്യന്മാരാണെങ്കിലും ഈ വാജിബുകളിൽ സുന്നത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പലപ്പോഴും പല വേളകളിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ വാജിബുകളുടെ കാര്യത്തിൽ നമ്മൾ കൃത്യമായൊരു ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് നമ്മുടെ പരലോകത്തെ ബാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തൊന്ന് ശ്രദ്ധയോടെ ഇരിക്കുക എന്നുള്ളത്. പല പള്ളികളിലും പോയി കഴിഞ്ഞാൽ ഞാനൊരു പ്രാവശ്യം ഒരു ഖുതുബ കേൾക്കുന്ന സന്ദർഭത്തിൽ തൊട്ടുപുറയിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ഫോണിൽ കളിക്കുകയാണ്. ഞാൻ ആലോചിച്ചു എങ്ങനെ കഴിയുന്നത്. ഖുതുബ ഇവിടെ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കുക, ചെവി കേൾക്കാത്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അറിയാം എത്ര അനാദരവാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നില്ല അതൊക്കെ. ഒരു ഇബാദത്തിൻ്റെ ഇടയിൽ നമ്മൾ നിസ്കാരത്തിൻ്റെ ഫോണിൽ കളിക്കുമോ? അതേപോലെ ഒരു ഇബാദത്താണ് ഖുതുബ എന്നുള്ളത്. അതുകൊണ്ട് ശ്രദ്ധയോടെ ഇരിക്കണം. മഹാന്മാരെ ചില ഹദീസുകൾ കാണാം, നമ്മുടെ ഈ കാലിങ്ങനെ നമ്മുടെ താടിയലിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കണം. അത് ചെയ്യരുതെന്ന് പ്രത്യേക ഹദീസ് വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് ഉറക്കിലേക്ക് എത്തിക്കുന്ന. അപ്പോൾ ആ ഹദീസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഉറക്കിലേക്ക് എത്തിക്കുന്ന എന്തൊക്കെ ഇരുത്തങ്ങളുണ്ടോ അതൊക്കെ ഒഴിവാക്കുക. ഓരോരുത്തർക്കും പല ഇരുത്തങ്ങളായിരിക്കും. ചിലർക്ക് ചാരി ഇരുന്നാൽ ഉറക്ക് വരും, അപ്പോൾ ചാരിരിക്കൽ ഒഴിവാക്കണം. ചിലർക്ക് അങ്ങനെ വരൂല, പല പൊസിഷനുകളുണ്ടാവും. അപ്പോൾ ഉറക്കിലേക്ക് എത്തിക്കുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ മാറ്റണം എന്നാണ്. അങ്ങനെ പ്രത്യേക ഹദീസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഖുതുബൻ്റെ ഒരു മഹത്വവും വലുപ്പം എത്രയാണ്. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ അടുക്ക് വർത്താനം പറയാനോ അശ്രദ്ധരാവാനോ ചിരിക്കാനോ മറ്റ് ചിന്തകളിലൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. വളരെ ഗൗരവത്തിൽ കാണാം. രണ്ടാമത്തെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻഷാ അല്ലാഹ് ഇലക്ഷൻ കടന്നു വരികയാണ്, അടുത്ത ആഴ്ച ഇലക്ഷനാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു മുസ്ലിമിന് ഇവിടെയും നിലപാടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.
അവിടെ കൃത്യമായും വ്യക്തമായും പറയാനുള്ളത്, നമ്മൾ എല്ലാത്തിലും ഒരു ഇസ്ലാമിൻ്റെ ഒരു നന്മയെ, മുസ്ലിം ഉമ്മത്തിൻ്റെ പൊതു നന്മയെ നമ്മൾ കാണുന്ന ആൾക്കാരാണ്. മുസ്ലിം ഉമ്മത്തിന് രാജ്യത്തിൻ്റെ പൊതു നന്മ മാനിക്കുന്ന, ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. മുസ്ലിം ഉമ്മത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ എന്നുള്ളതൊരു മതനിരപേക്ഷ രാജ്യമാണ്. അതിൻ്റെ നിലപാടിനൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു മുസ്ലിമായ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെങ്കിലും പോയി വോട്ട് ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ പലരും പല രാഷ്ട്രീയ പാർട്ടിയിൽ പങ്കെടുക്കുന്ന, രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായ ആളുകളായിരിക്കും. പക്ഷേ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കനുസരിച്ചില്ലല്ലോ വോട്ട് ചെയ്യേണ്ടത്. പാർട്ടി അഥവാ നമ്മുടെ അടിസ്ഥാന നിലപാട് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന് എല്ലാം ഹൈർ വരിക എന്നുള്ളതാണല്ലോ. എവിടെയാണോ ഹൈർ അവിടെ നമ്മൾ വോട്ട് ചെയ്യാൻ പറ്റും. വോട്ട് ചെയ്യേണ്ട ആരും മാറിക്കരുത്. അങ്ങനെ ചില ആൾക്കാരുണ്ട്. ഇവിടെ ഫുള്ള് ഫസാദാണ്, ഭയങ്കര ഫിത്നാണെന്ന് പറഞ്ഞിട്ട് മാറിക്കും. അതും ചെയ്യാൻ പറ്റില്ല. അത് ഈ രാജ്യത്തോട് കാണിക്കുന്ന അക്രമമാണ്. നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ കലുഷിതമാണ്. ഒരുപാട് ഫിത്നകൾ നിറഞ്ഞ, വർഗീയതകൾ നിറഞ്ഞ രാജ്യമാണ്. ഇതിനു മുമ്പും പല ഭരണകൂടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും വർഗീയതക്കും വംശീയതക്കും ഇത്ര സ്ഥാനം പിടിച്ച ഒരു ഭരണകൂടം ഇതിനു മുമ്പ് കടന്നുപോയിട്ടില്ല. എത്ര അഴിമതിയൊക്കെ പലരും നടത്തിയിട്ടുണ്ടെങ്കിലും വർഗീയതയും വംശീയതയും ഈ രാജ്യത്തിനെ കൊല്ലുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വർഗീയതയ്ക്കും വംശീയതക്കെതിരെയുമായിരിക്കണം നമ്മുടെ ഇപ്രാവശ്യത്തെ വോട്ട് എന്നുള്ളത്. അതിന് കൃത്യമായ നിലപാട് വേണം. ആർക്ക് വോട്ട് ചെയ്യണം? നമ്മൾ പല രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധാനം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതൊക്കെ മറന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പൊതു നന്മ, നമ്മൾ അതിനെതിരെ വോട്ട് ചെയ്ത പടച്ചോനോട് ചോദിക്കും കൂടി മനസ്സിലാക്കുക. ഈ വിഷയത്തിലും പടച്ചോന്റെ ചോദ്യം വരും ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മൾ അതിനെതിരെയാണ് ഒരു നിലപാടെടുത്തെങ്കിൽ, വോട്ട് എന്നൊരു നിലപാടെടുക്കലാണല്ലോ. നമ്മുടെ നിലപാടുകൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. ഈ സമൂഹത്തിന്റെ പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്ത് എന്ന നമ്മുടെ ഒരു പൊതു വികാരമാണ്. അതിന്റെ വികാരത്തിനെതിരെ, ആ മുസ്ലിം ഉമ്മത്തിനെതിരെയാണ് നമ്മൾ നിലപാടെടുക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും അല്ലാഹു ചോദിക്കൂലേ. അതുകൊണ്ട് എവിടെ വോട്ട് കുത്തണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ നമ്മൾ ആൾക്കാർക്ക് പരസ്പരം പറഞ്ഞു കൊടുക്കുകയും വേണം. ഈ രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് ഇന്ന നിലപാടെടുക്കുക, ശരി ഏതാണോ അത് പറഞ്ഞു കൊടുക്കുക, എല്ലാ ആളുകളെയും നന്മയിലേക്ക് ഒരുമിപ്പിക്കുക. മുസ്ലിം ഉമ്മത്തിന് ഹൈർ എവിടെയാണോ അവിടെയാണ് നമ്മൾ വോട്ട് കുത്തേണ്ടത് എന്ന് മനസ്സിലാക്കുക. ആ പൊതുവികാരം എപ്പോഴും നമ്മുടെ ഉള്ളിൽ വേണമെന്ന് മനസ്സിലാക്കുക. രാഷ്ട്രീയങ്ങൾക്കപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്ന ബോധ്യം ഈ വിഷയത്തിലും നമുക്കുണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈറായ ഒരു നിർഭയത്വമുള്ള രാജ്യമാക്കിക്കൊണ്ട് നമ്മുടെ നാടിനെ മാറ്റി തരുമാറാകട്ടെ. ഭയമില്ലാതെ, അക്രമങ്ങളില്ലാതെ, വർഗീയതയും വംശീയതയും ഇല്ലാത്തൊരു സുന്ദരമായ ഒരു രാജ്യമാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാറ്റി തരുമാറാകട്ടെ. ഒരു ഭയവുമില്ലാതെ അള്ളാഹുവിൻ്റെ ദീന് ധാരാളമായിക്കൊണ്ട് ദഅവത്ത് നടത്താനുള്ള മഹാസൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല ഈ രാജ്യത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ദഅവത്തിൻ്റെ ഓരോ പങ്കാളികളായി മാറാൻ, ആ ദൈവത്തിന്റെ ഭാഗമാവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിനു വേണ്ടി ജീവിക്കുന്ന, ദീനിനു വേണ്ടി അങ്ങനെ തന്നെ മരിക്കുന്ന, അള്ളാഹുവിന് ഒന്നാം പ്രാമുഖ്യം നൽകിയ, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ബഹുമാനിക്കുന്ന, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു മുഅ്മിനത്താക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم آت نفوسنا تقواها وزكها وأنت خير من زكاها. اللهم آت نفوسنا تقواها وزكها وأنت خير من زكاها. اللهم آت نفوسنا تقواها وزكها وأنت خير من زكاها. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم احفظ أهل فلسطين يا رب العالمين. اللهم انصرهم يا رب العالمين. اللهم انصرهم يا رب العالمين. اللهم دمر أعداءهم يا رب العالمين. اللهم دمر أعداءهم يا رب العالمين. اللهم ازدد إيماننا وإيمانهم يا الله. اللهم ازدد إيماننا وإيمانهم يا الله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين يا رب العالمين. أقم الصلاة.